എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനാജനകമായ ഒരു കാര്യം പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം ഡോക്ടർ സക്കീർ ഹുസൈൻ മരിച്ചു പോയിരിക്കുന്നു. വളരെയധികം വേദന തോന്നുന്നു. കാരണം ഇത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു കലാകാരനെ എനിക്ക് തോന്നുന്നില്ല. ഞാൻ അതിപ്പം തബല ആയിക്കോട്ടെ, മ്യൂസിക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഡാൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏത് കലാരൂപമായിക്കോട്ടെ, ഇത്രയും പെർഫെക്ഷൻ, അതായത് ഇത്രയും ഡിഫിക്കൽട്ടായിട്ടുള്ള തബല ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ വായിച്ച് നോക്കിയിട്ടുണ്ട്. കാരണം എൻ്റെ ഒരു കസിൻ ബ്രദറിന് തബല ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനൊരു ദിവസം എടുത്തൊന്ന് വായിച്ച് നോക്കി. എൻ്റെ വീട്ടിൽ കുറച്ച് നാൾ, 1 മാസത്തോളം 2 മാസത്തോളം അത് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇത്രയും ബുദ്ധിമുട്ടുള്ള ഏത് കലാരൂപമാണെങ്കിലും അല്ലെങ്കിൽ ഏത് ഇൻസ്ട്രുമെൻറ്റ്സ് ആണെങ്കിലും വളരെ ബുദ്ധിമുട്ടാണ്, ഡെഡിക്കേഷൻ വേണം. പക്ഷേ തബല എന്ന് പറയുന്നത് നമ്മുടെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു ഒരു ഇൻസ്ട്രുമെൻ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ഇത്ര അനായാസം കൈകാര്യം ചെയ്യുന്ന ഒരു കലാകാരൻ ഈ ലോകത്ത് വേറെയില്ല. ഹീസ് ദ ഗോഡ് ഓഫ് തബല. നമ്മൾ സച്ചിന് ഗോഡ് ഓഫ് ക്രിക്കറ്റ് എന്നൊക്കെ പറയുന്നത്, പക്ഷേ അതത്രമാത്രം ശരിയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ സക്കീർ ഹുസൈൻ ഈസ് ദ ഗോഡ് ഓഫ് തബല, ഒരു സംശയമില്ല എന്നെ സംബന്ധിച്ചിടത്തോളം. കാരണം ഞാൻ അത്രയധികം ഇഷ്ടപ്പെടുകയും അത്രയധികം എൻജോയ് ചെയ്യുകയും ചെയ്ത ഒരേ ഒരു കലാകാരൻ. എനിക്ക് തോന്നുന്നത് കലയുടെ എല്ലാ രംഗങ്ങളിലും ഞാൻ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എന്നെ ഇത്രയും അധികം ആകർഷിച്ചിട്ടുള്ള അല്ലെങ്കിൽ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു കലാകാരൻ വേറെയില്ല. കാരണം വേറെ ഏത് കലയായിക്കോട്ടെ, ഞാൻ എന്തെങ്കിലുമൊക്കെ അത് കുറച്ചുകൂടെ ബെറ്റർ ആകാമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിപ്പം ആരാണെങ്കിലും ശരി, ഏത് കലാകാരനാണെങ്കിലും ശരി, എത്ര ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള സിംഗേഴ്സ് ആയാലും ശരി, ആരായാലും ശരി, എനിക്കങ്ങനെ തോന്നുന്നുണ്ട്. പക്ഷേ സക്കീർ ഹുസൈനെ എനിക്കൊരിക്കലും അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം പുള്ളി അത്ര പെർഫെക്റ്റാണ്. ഹീസ് ദ ഗോഡ് ഓഫ് തബല, ഒരു സംശയവും വേണ്ട. വളരെയധികം എനിക്ക് വിഷമമുണ്ട്. ഐ ആം വെരി അപ്സെറ്റ് ആക്ച്വലി. ആ മനുഷ്യന് 72ാമത്തെ വയസ്സ്, ഇത്രയും ദൈവം കൊടുത്തുള്ളൂ. ദൈവമേ, ഇവർക്കൊക്കെ അല്ലേ കൂടുതൽ ആരോഗ്യവും അല്ലെങ്കിൽ നമ്മളെ എൻ്റർടൈൻ ചെയ്യാനുള്ള ആ ഒരു അവസരവും കൊടുക്കേണ്ടത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് പല എന്താ പറയുക, അവസരങ്ങളിലും ചില ആൾക്കാർ മരിക്കുമ്പോഴും നമുക്ക് തോന്നും, കുറച്ചുകൂടെ അവരെ ഒന്ന് ജീവിപ്പിക്കാമായിരുന്നു എന്ന് ദൈവത്തിനോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു കലാകാരനാണ് സക്കീർ ഹുസൈൻ. സോറി, എൻ്റെ സംസാരം അത്രയ്ക്ക് പെർഫെക്റ്റ് ആയില്ല. കാരണം ഞാൻ വളരെ അപ്സെറ്റാണ്. കാരണം ഇത്രയും അപ്സെറ്റ് ഞാൻ ഒരിക്കലും ആയിട്ടുണ്ടെന്ന് എൻ്റെ ജീവിതത്തിൽ എനിക്ക് തോന്നുന്നില്ല. ഡോക്ടർ സക്കീർ ഹുസൈൻ, പ്രണാമം.